മോളെ ഗൗരി. എന്താ ശ്രീയമ്മേ, ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എല്ലാവർക്കും ഒരു അകൽച്ച പോലെ, മഹിയേട്ടൻ പോലും ഒരുപാട് അകന്നു നിൽക്കുന്നത് പോലെ. മിനിക്കോ മഹാദേവനോ മഹേഷിനോ മാറ്റമോ അകൽച്ചയോ ഇല്ല മോളെ. പക്ഷെ ആ സത്യനും ഭാര്യയും മോളും വിഷവിത്തുകളാണ്. നമ്മൾ ആരും അങ്ങോട്ട് പോകുന്നത് പോലും അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് മോൾ അങ്ങോട്ട് പോകണ്ട കേട്ടോ. ഗൗരി ബലമില്ലാതെ ഒന്ന് മോളി. എങ്ങനെ പോവാതിരിക്കാനാണ്? അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാതിരിക്കാമായിരുന്നു. ഇതൊക്കെ മനസ്സിലോർത്തതേ ഉള്ളൂ ഗൗരി. ശ്രീയമ്മയോട് പറഞ്ഞില്ല. മോളെ, മിനിക്ക് ആകെയുള്ള ബന്ധുവാണ് ഈ സഹോദരൻ. അവൾക്ക് മറ്റാരുമില്ല. അതുകൊണ്ട് തന്നെ അയാളോട് മിനിക്ക് വല്ലാത്ത സ്നേഹമാണ്. ശ്രീയമ്മയ്ക്ക് സങ്കടമുണ്ടോ? എനിക്ക് നിന്നെ ഓർത്താണ് സങ്കടം. നീ വിഷമിക്കരുത്. എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. പിന്നെ നന്നായി പഠിച്ച് പെട്ടെന്നൊരു ജോലി നേടണം. ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ നിന്നെ അത് സഹായിക്കും. ശ്രീയമ്മ വിഷമിക്കണ്ട. ഞാൻ നാളെ പോയി അവിടെ എല്ലാവരും കണ്ടിട്ട് ഓടി വന്നോളാം. മുന്നേ പോലെ അവിടെ നിൽക്കില്ല. പോകുമ്പോ ശ്രീയമ്മ കൂടെ വന്നാ മതി. വരാം. എന്റെ ഗൗരിക്കുട്ടി വിഷമിക്കരുത്. ആരില്ലെങ്കിലും ശ്രീയമ്മ മരിക്കുവോളം എന്റെ ഗൗരി ആരും ഇല്ലാത്തവളല്ല കേട്ടോ. നാളെ നമ്മൾ കുറച്ച് ദൂരെയുള്ള ഒരു അമ്പലത്തിൽ പോകും. ഗൗരിക്ക് വരാലോ അല്ലേ? വരാം. പാടില്ലായ്മ ഒന്നുമില്ല ശ്രീയമ്മേ. എന്നാ മോൾ ഉറങ്ങിക്കോ. ഇനി ഒന്നും ഓർക്കണ്ട കേട്ടോ. ശ്രീയമ്മയുടെ നെഞ്ചിലെ ചൂടും പറ്റി കിടക്കുമ്പോൾ തന്റെ ജീവിതം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഓർത്ത് കണ്ണീർ വാർത്തു ഗൗരി. പിറ്റേന്ന് രാവിലെ അമ്പലത്തിൽ പോകാൻ റെഡിയായി ടീച്ചറും ഗൗരി ഇറങ്ങി വരുമ്പോൾ ഉമ്മർത്ത് തന്നെ വസുന്ധരയും ചാരുതയുടെ അമ്മ സംഗീതയും ഉണ്ടായിരുന്നു. അല്ല, ശ്രീദേവി ടീച്ചർ ഈ അനാഥപ്പെണ്ണിനെ കൊണ്ട് എങ്ങോട്ട് പോവാണ്? ഞങ്ങൾ അമ്പലത്തിൽ പോവാ ആന്റി. മോള് വാ, നമുക്ക് പോവാം. ശ്രീദേവി ടീച്ചർ ഒന്ന് നിന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അവിടെ വരുമ്പോ പറഞ്ഞ എന്റെ നാത്തൂന് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നത്. എന്താണ് സംഗീതയ്ക്ക് പറയാനുള്ളത്? ഇനി ടീച്ചർ ഈ പെണ്ണിനെ കോളേജിൽ കൊണ്ടാക്കാനും വിളിച്ചു കൊണ്ടുവരാൻ മഹിമോനെ വിളിക്കരുത്. പിന്നെ എന്റെ ചാരും മഹിയായുള്ള കല്യാണം ഉടനെ ഉണ്ടാവും. അതുകൊണ്ട് അവന്റെ പിന്നാലെയുള്ള ഈ നടത്തങ്ങ് നിർത്തിയേക്കണം. ടീച്ചറെ നോക്കിയാണ് തുടങ്ങിയതെങ്കിലും അവർ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഗൗരിയെ നോക്കിയാണ്. ആന്റി, ഞാൻ മഹിയേട്ടനെ പിടിച്ചെടുക്കാനൊന്നും വരില്ല. കാരണം ഞാൻ അങ്ങനെയൊന്നും ആളെ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ എനിക്ക് കണ്ടുകൂടെയൊന്നുമില്ല. അവിടെ വരരുതെന്ന് എന്റെ മിനിയമ്മയും അച്ഛയും മഹിയേട്ടനും പറയുവോളം ഞാൻ വരും. അവരെ കാണും. അത് തടയാൻ ആന്റിക്കാവില്ല. വാ ശ്രീയമ്മ, നമുക്ക് പോയിട്ട് വരാം. ടീച്ചറുടെ കയ്യും പിടിച്ച് തറഞ്ഞു നിൽക്കുന്ന വസുന്ധരെ സംഗീതയെ ഒന്ന് നോക്കിയിട്ട് ഗൗരി പുറത്തേക്ക് നടന്നു. കുറച്ച് ദൂരെയാണ് അമ്പലം. ബസ്സിൽ കയറി അവിടെ എത്തുമ്പോൾ ഏകദേശം 10 അടുത്തിരുന്നു സമയം. ദേവീക്ഷേത്രമാണ്. 12:45 നടയടയ്ക്കാൻ. എല്ലായിടത്തും തൊഴുത് വലം വെച്ച് വന്ന് വീണ്ടും തിരുനടയിൽ നിൽക്കുമ്പോൾ ഗൗരിക്ക് ഒന്നേ പ്രാർത്ഥിക്കാനുണ്ടായിരുന്നുള്ളൂ. ആരും നോവാൻ താൻ കാരണമാവരുത്. അങ്ങനെയായാൽ കല്ലൂനൊപ്പം പറഞ്ഞു വീണം തന്നെയും. നിറം മിഴിയോടെ ദേവിയെ നോക്കി ഒന്നുകൂടെ പറഞ്ഞിട്ട് ശ്രീയമ്മയുടെ കൈ പിടിച്ച് അമ്പലത്തിലേക്ക് പുറത്തു വന്നു. ഇവിടെ നിന്ന് അന്നദാനം ഉണ്ട്, കഴിച്ചിട്ട് പോകണേ. വെടിപ്പുരയോട് ചേർന്ന് നിന്നൊരു വൃദ്ധ ഗൗരിയോട് പറഞ്ഞു. തലയും കുലുക്കി ശ്രീയമ്മയുടെ കൈയും പിടിച്ച് അന്നദാനം നടക്കുന്ന മണ്ഡപത്തിലേക്ക് പോകുമ്പോൾ പിന്നിൽ നിന്ന് വൃദ്ധയുടെ ചുണ്ടിൽ നിറച്ചിരി മിന്നി. ഊണം കഴിച്ച് അവിടുന്ന് വീട്ടിലേക്ക് തിരിക്കുമ്പോൾ ഉച്ച കഴിഞ്ഞിരുന്നു. പോകും വഴിക്ക് നമുക്കൊന്ന് ബാങ്കിൽ കയറണം കേട്ടോ ഗൗരിയെ. എന്തിനാ ടീച്ചറമ്മേ ഇപ്പൊ പോകുന്നത്? എന്റെ പേരിലുള്ള ലോക്കറിൽ നിന്ന് നിന്റെ കല്ലു തന്ന കുറച്ച് സാധനങ്ങൾ എടുക്കണം. കാശൊക്കെ മോളുടെ പേരിൽ തന്നെ ആയതുകൊണ്ട് പേടിക്കണ്ട. നിന്റെ അമ്മ എന്നെ ഈ സാധനങ്ങൾ ഏൽപ്പിക്കുമ്പോൾ പറഞ്ഞത് ഉടനെ ഒന്നും നിന്നെ അത് ഏൽപ്പിക്കേണ്ട എന്നാണ്. അത് തന്നെയാണ് കുഞ്ഞിന്റെയും തീരുമാനമെങ്കിൽ നമുക്കിന്ന് നിന്റെ പേരിൽ ഒരു ലോക്കർ നമുക്ക് എടുക്കാം. എന്നിട്ടെല്ലാം അതിലേക്ക് മാറ്റാം. ഇപ്പൊ ATM കാർഡൊക്കെ മോള് സൂക്ഷിക്കും പോലെ ഇതും സൂക്ഷിച്ചാൽ മതി. എന്ത് ചെയ്യണം? ശ്രീയമ്മ സൂക്ഷിച്ചാൽ മതി. അത് പറ്റില്ല കുഞ്ഞെ. കല്ലു പോയതുപോലെ പെട്ടെന്നൊരു ദിവസം ഞാൻ പോയാൽ അതെന്റെ കുഞ്ഞിന്റെ കയ്യിൽ എത്താതെ പോകും. വേണ്ട ശ്രീയമ്മ, ഇങ്ങനെയൊന്നും പറയല്ലേ. ഗൗരിക്ക് ശ്രീയമ്മ മാത്രമേ ഉള്ളൂ. അതോടെ നഷ്ടപ്പെട്ട ഗൗരിക്ക് പറ്റില്ല. ബസ്സിലാണെന്നോ മറ്റുള്ളവർ കാണുമെന്നോ പോലും ചിന്തിക്കാതെ ടീച്ചറുടെ കൈ പിടിച്ചു വെച്ച് ഗൗരി ഏങ്ങിക്കരഞ്ഞു. അയ്യേ, ഗൗരിക്കുട്ടി കരയുവാണോ? വേണ്ട, ലോക്കർ ഒന്നും വേണ്ട. ഇന്ന് പോകുന്ന വഴിക്ക് ശ്രീയമ്മ അതെടുത്ത് കുഞ്ഞിനെ ഏൽപ്പിക്കും. സൂക്ഷിച്ചു വെച്ചിട്ട് പിന്നീട് മോൾക്ക് നോക്കണമെന്ന് തോന്നുമ്പോൾ നോക്കിയാൽ മതി. പിന്നീട് എടുത്ത പോരെ ശ്രീയമ്മ? ഇപ്പൊ വേണോ? വേണം, ഇന്ന് തന്നെ വേണം. ശരി, ഇന്ന് തന്നെ എടുക്കാം. ഒടുവിൽ ഗൗരിയെ സമ്മതിച്ചു. പിന്നെ നേരെ ടൗണിൽ ഇറങ്ങി ഇരുവരും ബാങ്കിൽ ചെന്ന് ലോക്കറിൽ നിന്നൊരു ചെറിയ ബാഗിൽ സൂക്ഷിച്ച സാധനങ്ങൾ ടീച്ചർ എടുത്ത് ഗൗരിയെ ഏൽപ്പിച്ചു. ഈ ബാഗ് ഞാൻ കല്ലൂന്റെ അലമാരി കണ്ടിട്ടുണ്ട്. ശ്രീയമ്മ എന്താവും ഇതിൽ? അതെനിക്കും അറിയില്ല. പക്ഷെ നിനക്ക് ഉപകാരപ്പെടുന്ന എന്തൊക്കെയോ ഇതിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കുഞ്ഞിന് സൂക്ഷിച്ചു വെക്കണം, നഷ്ടപ്പെടുത്തരുത് കേട്ടോ. സൂക്ഷിച്ചോളാം. വൈകുന്നേരമാണ് ഗൗരിയും ടീച്ചറും വീട്ടിലെത്തിയത്. വന്നതിന് ശേഷം ടീച്ചറും ഗൗരിയും ചേർന്ന് കഞ്ഞിയും പുഴുക്കും ഉണ്ടാക്കി വെച്ചു രാത്രിയിലേക്ക്. പിന്നെ കുളിച്ച് വേഷം മാറി നേരെ മഹിയുടെ വീട്ടിലേക്ക് പോയി. ആഹാ, മാമിയും ഗൗരിക്കുട്ടി ഈ വഴിയൊക്കെ അറിയോ? പുറത്തേക്ക് ഇറങ്ങി വന്ന് മിനി ചോദിക്കെ ഗൗരി ചിരിച്ചതേ ഉള്ളൂ. മഹിയും മഹദേവനും എവിടെ മിനി? മഹി ഇപ്പോ വൈകുന്നേരം ആവുമ്പോൾ വായനശാലയിലേക്ക് പോകും. പിന്നെ ദേവേട്ട അപ്പുറത്തെ സത്യേട്ടനോട് സംസാരിക്കുകയാണ്. നിങ്ങൾ കയറി വാ.
ചായ എടുക്കാം മാമി മോൾക്ക്, ബൂസ്റ്റിട്ട ചായ മതിയല്ലോ. വേണ്ട മിനിയമ്മ, ഞാനിപ്പോ അത് കുടിക്കാറില്ല. അതെന്താ മോള് കുടിക്കാത്തെ? ചുമ്മാതല്ല, നേരെ ചൊവ്വ ഒന്നും കഴിക്കാഞ്ഞിട്ടാണ് ഇങ്ങനെ ക്ഷീണിച്ചത്. ഇങ്ങോട്ട് വാ, ഇവിടെ ഒന്ന് കൊഞ്ചു തീയലുണ്ട്, ചോറ് കഴിച്ചിട്ട് പോയാ മതി. മിനി കിച്ചണിലേക്ക് പോകാൻ തുനിഞ്ഞതും ഗൗരി അവിടെ കൈ പിടിച്ചു. എന്റെ മിനിയമ്മേ, എന്താ ഇവിടെ ഇരിക്കും, എനിക്കിപ്പോ ഒന്നും വേണ്ട. അമ്പലത്തിൽ പോയപ്പോ അവിടെ നൂണ് കഴിച്ചു, പിന്നെ വരും വഴി ചായ പഴംപൊരി ഒക്കെ കഴിച്ചു. വയറിപ്പോ ഫുള്ളാണ്. പിന്നെ എനിക്കിഷ്ടപ്പെട്ട പുഴുക്ക് ശ്രീയമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. രാത്രിയിൽ അത് കഴിക്കണം. അച്ഛയൊന്ന് കണ്ടിട്ട് പോണം. നാളെ ഞാൻ ഹോസ്റ്റലിൽ പോകും, കുറച്ച് പഠിക്കാനുണ്ട്. എങ്കിൽ ഇവിടെ ഇരുന്ന് പഠിച്ചിട്ട് തിങ്കൾ മഹി പോകുമ്പോ എപ്പോഴത്തെയും പോലെ പോയാ പോരെ? അങ്ങനെ തന്നെയാണ് വിചാരിച്ചത് മിനിയമ്മ. പക്ഷെ ഞാൻ ആ ബുക്ക് ഹോസ്റ്റലിൽ വെച്ചിട്ട് വന്ന് മറന്നുപോയി. അയ്യോ, അതൊന്നും സാരമില്ല. ഇനിയിപ്പോ അടുത്ത ആഴ്ച ഞാൻ ഇങ്ങോട്ടില്ല കേട്ടോ, പഠിക്കാനുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയ ഒന്നും നടക്കില്ല. മിനി എന്തോ ഒന്നും മിണ്ടാതെ ഗൗരിയെ തന്നെ നോക്കിയിരുന്നു. ഞാൻ അച്ഛയെ കണ്ടിട്ട് വരാം. അച്ഛേ, ആ വിളി കേൾക്കെ മഹാദേവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ഗൗരിക്കുട്ടിയെ, ഓ ഈ വിളി, ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത്. അയാളുടെ അടുത്ത് വന്നിരുന്ന് കൊഞ്ചിക്കൊണ്ട് ഗൗരി പറഞ്ഞു. അടുത്തിരുന്ന സത്യന്റെ മുഖം ഗൗരിയെ കണ്ടതും ഇരുണ്ടു. കുറച്ച് സമയമായിരുന്നു വർത്താനം പറഞ്ഞ് പിന്നെ പോവാണെന്ന് ഗൗരി മഹാദേവനോട് പറഞ്ഞിട്ട് ഹാളിലേക്ക് വരുമ്പോഴാണ് അവളെ തുറിച്ചു നോക്കി നിൽക്കുന്ന ചാരുതയെ കണ്ടത്. ഒന്ന് ചിരിച്ചിട്ട് ഗൗരി പുറത്തേക്ക് നടന്നു. ഗൗരി ഒന്ന് നിന്നേ. എന്താ ചേച്ചി? ഗൗരി തിരികെ വന്ന് ചോദിച്ചു. അതെ, നിനക്ക് ഈ വീട്ടിൽ എന്താ കാര്യം? ഇന്നലെ വന്നപ്പോ ഇവിടെ എല്ലാവരെയും കണ്ടതല്ലേ, പിന്നെന്താ ഇപ്പൊ വീണ്ടും കയറി വന്നത്? ഞാൻ വന്നത് ചേച്ചിയുടെ വീട്ടിലല്ലല്ലോ, അവിടെ വരുമ്പോ എന്നോട് ഇങ്ങനെ സംസാരിച്ചാ മതി. ആണോ? എന്നാലേ അധികം വൈകാതെ ഇതും എന്റെ വീടാവും. നിനക്ക് നിന്റെ പ്രായത്തിന് തക്ക ചെക്കന്മാരെ വേറെ കിട്ടും. എന്റെ ഏട്ടന് വിട്ടേക്ക്. മഹേഷ് ഏട്ടൻ എന്റേതാണ്, ഞാൻ ഒരുത്തിക്കും വിട്ടതല്ല. അതുകൊണ്ട് ഇവിടെ കിടന്ന് കറങ്ങണ്ട. ആയിക്കോട്ടെ, ഇപ്പൊ ഞാൻ പൊയ്ക്കോട്ടെ ചാരുത്ത ചേച്ചി. പോകാമോ ശ്രീയമ്മേ? ഉമ്മറത്തേക്ക് വന്ന ഗൗരി ടീച്ചറോട് ചോദിച്ചു. ഇതെന്താ 8 മണി ആയതല്ലേ ഉള്ളൂ, മായി വന്നിട്ട് പോവാം മോളെ. ഇല്ല മിനി, എനിക്കൊന്ന് കിടക്കണം, രാവിലെ മുതൽ യാത്രയല്ലേ, പോവുകട്ടോ. പറഞ്ഞിട്ട് ഇറങ്ങി നടക്കുമ്പോൾ ഇനിയും നോവാനില്ലാത്ത പോലെ ഗൗരിയുടെ ഹൃദയം മരവിച്ചു കഴിഞ്ഞിരുന്നു. രാത്രി വളരെ വൈകിയാണ് മഹി വീട്ടിലെത്തിയത്. നീ ഇതുവരെ എവിടെയായിരുന്നു മഹി? എത്ര വിളിച്ചു, നീ എന്താ ഫോൺ എടുക്കാത്തത്? അത് ഫോൺ സൈലന്റിലായിരുന്നു. ഞാനിങ്ങി വരില്ലേ അമ്മ, എന്തിനാ ചുമ്മാ തേടന്ന് വിളിക്കുന്നത്? ഞാനല്ല വിളിച്ചത്, ചാരുവാണ്. നീ ഇങ്ങനെ വൈകുന്നേരം പോവാറില്ലല്ലോ മഹി. ഇപ്പൊ 4-5 ദിവസമായി, നിനക്ക് എന്ത് പറ്റി മോനെ? ഇപ്പൊ എനിക്കൊന്നും പറ്റിയിട്ടില്ല അമ്മ, ചെന്ന് കഴിക്കാൻ എടുക്കും, വിശക്കുന്നു. ആ വാ, അച്ഛനും മാമനും മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ചാരുവും നാത്തൂനും നീ വന്നിട്ട് മതിയെന്ന് പറഞ്ഞിരിക്കുവാണ്. അമ്മ പോയി വിളമ്പിക്കും, ഞാനിപ്പോ വരാം. റൂമിലേക്ക് കയറിയ മഹി ജനാല തുറന്ന് ടീച്ചറുടെ വീട്ടിലേക്ക് നോക്കി. തന്റെ പ്രാണൻ അതിനകത്തുണ്ട്. നാളെ ഒന്ന് കണ്ട് സംസാരിക്കണം. ഒരിക്കലും ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും വിട്ടുകളയില്ലെന്ന് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കണം. വേദനയോടെ മഹി ഓർത്തു. രാവിലെ മഹേഷ് ഗേറ്റിനടുത്ത് പോയി പത്രം എടുത്ത് നിവർത്തുമ്പോഴാണ് ശ്രീദേവി ടീച്ചർ അപ്പുറത്തെ ഗേറ്റ് തുറന്നു വന്നത്. അവൻ കണ്ടിട്ട് അങ്ങോട്ട് ചെന്നു. അമ്മമ്മ രാവിലെ എവിടെ പോയതാണ്? ഗൗരി ഉണർന്നില്ലേ? ഇന്നലെ കണ്ടതേ ഇല്ലല്ലോ. ഞങ്ങൾ വന്നിരുന്നു, നീ അവിടെ ഇല്ലായിരുന്നു. പുതിയ ശീലങ്ങളൊക്കെ തുടങ്ങിയെന്ന് നിന്റെ അമ്മ പറഞ്ഞു. പുതിയതൊന്നും അല്ല, മുമ്പ് വല്ലപ്പോഴും പോയിരുന്നത്, ഇപ്പൊ എന്നും പോകുന്നു, അത്രേ ഉള്ളൂ. അമ്മമ്മ എവിടെ പോയതെന്ന് പറഞ്ഞില്ലല്ലോ. ഗൗരിയെ ബസ് കയറ്റി വിടാൻ പോയതാണ്. എവിടെ പോവാൻ? ഹോസ്റ്റലിൽ. അവൾക്ക് എന്തൊക്കെയോ എഴുതാനും പഠിക്കാനും ഉണ്ട്, അതെടുക്കാനും മറന്നുപോയി. അതുകൊണ്ട് അവളെ രാവിലെ ബസ് കയറ്റി വിട്ടു. ഒരു 11 ആവുമ്പോ കുഞ്ഞങ്ങ് എത്തും. അതിനവൾക്ക് തനിച്ചു പോകാൻ അറിയാമോ? അവള് കുഞ്ഞല്ലേ അമ്മമ്മേ, എന്നോടൊന്ന് പറയായിരുന്നു. വേണ്ട മഹി, എന്നും ഞാൻ ഉണ്ടായെന്ന് വരില്ല. അവള് തനിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കട്ടെ. മഹിയുടെ വീടിന്റെ ഉമ്മർത്ത് നിന്ന് ചാരുത നോക്കുന്നത് കണ്ട് ടീച്ചർ തന്റെ വീട്ടിലേക്ക് കയറിപ്പോയി. ഒന്ന് കാണാൻ പോലും നിൽക്കാതെ എങ്ങനെ പോവാൻ തോന്നി ഗൗരി നിനക്ക്? അല്ലാത്തൊരു വേദനയോടെ സ്വയം ചോദിച്ചുകൊണ്ട് മഹി പേപ്പറുമായി തന്റെ വീട്ടിലേക്ക് നടന്നു. പേപ്പർ ഇനി മുതൽ ഇവിടത്തെ ഗേറ്റ് വെച്ചാൽ മതി എന്ന് പറയണേ ഏട്ടാ. അതെന്താ അവിടെ വെച്ചാ വായിക്കാൻ പറ്റില്ലേ? അതല്ലേ ഏട്ടാ, ഇവിടെ ആണെങ്കിൽ രാവിലെ അങ്ങോട്ടുള്ള പോക്ക് ഒഴിവാക്കാമല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്. മഹി ഒന്ന് മൂളിക്കൊണ്ട് പേപ്പർ നിവർത്തിയെങ്കിലും മനസ്സ് മുഴുവൻ ഗൗരിയായിരുന്നു. ബസ്സിലിരിക്കുമ്പോ ഗൗരിയുടെ മിഴികൾ ഒഴുകിയിറങ്ങി. ആരും കാണാതെ അത് തുടയ്ക്കുമ്പോൾ അനാഥത്വം ഭീകരമാണെന്ന് മനസ്സിലാക്കുമായിരുന്നു അവൾ. 2 ബസ് മാറിക്കയറി ആരോടൊക്കെയോ ചോദിച്ചും പറഞ്ഞ് ഹോസ്റ്റലിന് മുന്നിലെത്തുമ്പോൾ ഗൗരി വിശപ്പും ദാഹവും കൊണ്ട് തളർന്നു പോയിരുന്നു. എങ്ങനെയൊക്കെയോ റൂമിലെത്തി. ലഞ്ചിനുള്ള സമയമായിട്ടില്ല. കുറെ വെള്ളം കുടിച്ച ശേഷം ബെഡിലേക്ക് ഇരുന്ന് കല്യാണിയും ഗൗരിയായുള്ള ഫോട്ടോ എടുത്ത് നോക്കി. എന്തിനാ കല്ലു എന്നെ തനിച്ചാക്കി പോയത്? നമുക്ക് ഒരുമിച്ച് പോയാൽ മതിയായിരുന്നു. ആരുമില്ല കല്ലു ഗൗരിക്ക്. ഷിയമ്മ പാവം എനിക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. എല്ലാവരുടെയും വഴക്ക് കേൾക്കുന്നുണ്ട്. ഇനി ഗൗരി എപ്പോഴും അങ്ങോട്ട് പോവില്ല കേട്ടോ. അമ്മ എന്താ മിണ്ടാത്തെ? വീണങ്ങല്ലേ? ഗൗരിക്ക് ഉറക്കം വരുന്നു, വിശക്കുന്നു. ഫുഡ് കഴിക്കാൻ ഇനിയും കുറേ സമയമാണ്. ആ ഫോണിൽ നെഞ്ചോട് ചേർത്ത് കല്ലിനോട് പരാതിയും സങ്കടവും പറഞ്ഞു കിടന്ന് ഗൗരി ഉറങ്ങിപ്പോയി. പിന്നെ ഫോൺ ബെൽ കേട്ടാണ് ഗൗരി ഉണർന്നത്. നോക്കുമ്പോൾ മഹിയാണ്.
ഇവിടെ എത്തിയപ്പോൾ ഷിയമ്മയെ വിളിച്ച് പറഞ്ഞിരുന്നു. പിന്നെന്ത്, ഇപ്പൊ മഹിയേട്ട അങ്ങനെ വിളിക്കാറില്ല. വിളിച്ചാലും 2 വാക്ക് പറയുമ്പോൾ ആ ചേച്ചി ഇടയ്ക്ക് വരും. ഒരിക്കൽ ബെല്ലടിച്ച് നിന്നിട്ട് വീണ്ടും കോൾ വന്നത് ഗൗരി കോൾ എടുത്തു. ഹലോ ഗൗരി. മഹിയുടെ ശബ്ദം കേൾക്കെ എന്തിനോ ഗൗരിയുടെ കണ്ണ് നിറഞ്ഞു. എപ്പോ എത്തി ഗൗരി നീ? കുറച്ചു നേരമായി മഹിയേട്ട. എന്റെ ഗൗരി വലിയ കുട്ടിയായി അല്ലേ? ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്യാൻ പഠിച്ചല്ലോ. ആരുമില്ലാത്തവർ ഒക്കെ ശീലിക്കണ്ടേ? എന്താ ഗൗരി പ്രശ്നം? നീ എന്താ എന്നെ കാണാതെ എന്നോട് സംസാരിക്കാതെ പോയത്? ഒന്നുമില്ല മഹിയേട്ട. ഇനിയിപ്പോ ഉടനെ ഒന്നും ഞാൻ അങ്ങോട്ട് വരില്ല. പിന്നെ ഇടയ്ക്കിടെ എന്നെ വിളിക്കണ്ട കേട്ടോ. എല്ലാം ഞാനും തനിയെ ശീലിക്കണ്ടേ? വയ്ക്കട്ടെ മഹിയേട്ട, ലഞ്ചിന് സമയം, എനിക്ക് വിശക്കുന്നുണ്ട്. ഹലോ ഗൗരി. ഗൗരി. മറുപുറത്ത് മഹിയുടെ ശബ്ദം കേൾക്കെ തന്നെ ഗൗരി കോൾ കട്ട് ചെയ്തിട്ട് പൊട്ടിക്കരഞ്ഞു. വേണ്ട മഹിയേട്ട, ഗൗരിക്ക് ഒന്നും പിടിച്ചു വാങ്ങേണ്ട. ഗൗരി കാരണം ആരും വേദനിക്കരുത്. കുറെ നേരം കരഞ്ഞപ്പോ മനസ്സൊന്ന് ശാന്തമായി. പിന്നെ താഴെ മെസ്സി ചെന്ന് ഫുഡ് കഴിച്ചു വന്നിരുന്ന് പഠിച്ചു. ആരുടെ മുന്നിലും ഒന്നിനും കൈനീട്ടി നിൽക്കരുതെന്ന കല്യാണിയുടെ വാക്കുകൾ അവൾക്കുള്ളിൽ വീണ്ടും നിറഞ്ഞു. അത് വാശിയോടെ പഠിക്കാൻ ഗൗരിയെ സഹായിക്കുകയായിരുന്നു. അമ്മമ്മേ. എന്താ മഹേഷേ, നീ ഈ നേരത്തെ ഇവിടെ? അമ്മമ്മ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? എന്നെ ഒറ്റയ്ക്കാക്കി പോയെന്ന് ഞാൻ എന്റെ ഭർത്താവിനോട് പരാതി പറയുകയായിരുന്നു. നീ വാ, അങ്ങോട്ടിരിക്കാം. മുറ്റത്ത് നിൽക്കുന്ന മാവിന്റെ ചുവട് തിരിച്ച് കോൺക്രീറ്റ് ഇട്ട് ഉയർത്തിയ ഭാഗത്തിരുന്നു ടീച്ചർ. അടുത്തായി മഹേഷും. ഇനി പറ, നിനക്ക് എന്താ ചോദിക്കാനുള്ളത്? ഗൗരി എന്താ അമ്മമ്മേ എന്നെ കാണുമ്പോൾ ഞാൻ വിളിക്കുമ്പോഴൊക്കെ ഒഴിഞ്ഞു മാറുന്നത്? ഞാൻ എന്റെ ഇഷ്ടം പറഞ്ഞു പോലും അവൾ ശ്രമിക്കാന്നേ പറഞ്ഞുള്ളൂ. പക്ഷെ ഇപ്പോ മഹേഷിന്റെ ശബ്ദം ഇടറി. മഹി, കൊച്ചു പഠിക്കട്ടെ. അവൾക്ക് മുന്നോട്ട് ജീവിക്കാനും ആരെ ആശ്രയിക്കാതെ ഇരിക്കാനും വിദ്യാഭ്യാസവും ജോലിയും കൂടിയേ തരും. പിന്നെ നിനക്ക് ദൈവം അവളെ വിധിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് തന്നെ കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾ വഴിപിരിയുക തന്നെ ചെയ്യും. അമ്മമ്മേ, അതിനാണോ ഈ 4 വർഷം ഞാൻ അവളെ? ബാക്കി പറയാനാവാതെ മഹേഷ് സങ്കടത്തിൽ വിറയ്ക്കുന്ന ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചു. മഹി, ഞാൻ പറഞ്ഞിട്ടില്ലേ, നിങ്ങളെ ദൈവം കൂട്ടിച്ചേർത്തതാണെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും നിന്നെ തേടി അവളോ അവളെ തേടി നീയോ പോയില്ല എങ്കിലും നിങ്ങൾ ഒരുമിച്ച് ചേരും. അതിനായി ഇനി കാത്തിരിക്കണം കേട്ടോ. ഞാൻ പോയി കിടക്കട്ടെ, നീയും പോയിക്കും. നേരെ ഒരുപാടായി. ടീച്ചർ വീട്ടിലേക്ക് കയറിപ്പോയിട്ട് മഹേഷ് ആ ഇരുട്ടിലേക്ക് നോക്കി അവിടെ തന്നെ ഇരുന്നു. ദിവസങ്ങൾ പതിയെ പോയിക്കൊണ്ടിരുന്നു. ഇതിനിടെ ഒരു ദിവസം രാവിലെ ഗൗരി വന്ന് ഷിയമ്മയും അച്ഛനെയും മിനിയമ്മയും കണ്ടുപോയി. കൂടെ അലീനയും ഉണ്ടായിരുന്നു. അമ്മ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? വൈകിട്ട് മഹി ജോലി കഴിഞ്ഞ് വരുമ്പോ ഉമ്മർത്ത് വിഷമിച്ചിരിക്കുന്ന മിനിയെ കണ്ട് ചോദിച്ചു. വിഷമമല്ല മഹി, സന്തോഷാണ് മിനിക്കും അളിയനും. സത്യം പറഞ്ഞു കേട്ട് സംഗീതയും ചാരുതയും ചിരിച്ചു. സന്തോഷമോ? മഹേഷ് സംശയത്തോടെ അച്ഛനെയും അമ്മയും നോക്കി. നിങ്ങൾ കാര്യം പറയും, എനിക്കൊന്ന് ഫ്രഷ് ആവണം. അത് കഴിഞ്ഞ് അക്കരയ്ക്ക് പോകണം. ഈ ഏട്ടൻ അല്ലെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ വായനശാലയിൽ പോകണം, അല്ലെങ്കിൽ അക്കരെ പോകണം, ആ സൗമ്യയുടെ വീട്ടിൽ. ഇവിടെ ഞങ്ങളോടൊപ്പം ഇരിക്കാൻ നേരമേ ഇല്ല. ചാരുത പരാതിക്കെട്ട് അഴിച്ചു. അതൊക്കെ നിങ്ങളുടെ വിവാഹം കഴിയുന്നതോടെ ശരിയാവും അല്ലേ മഹേഷേ? സത്യന്റെ ചോദ്യത്തിൽ മഹി ഒരു പിടച്ചിലൂടെ അച്ഛനെയും അമ്മയെ നോക്കി. എന്താ എന്താ പറഞ്ഞത്? വിവാഹമോ? ആരുടെ? അവൻ പൊട്ടി വന്ന ദേഷ്യം അടക്കി പിടിച്ചുകൊണ്ട് ചോദിച്ചു. നമ്മുടെയാണ് ഏട്ടാ, എന്റെ ഏട്ടന്റെയും വിവാഹം. അത് നിങ്ങൾ തീരുമാനിച്ച മതിയോ? മതിയോന്ന്? എനിക്കിപ്പോ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. അത് നിന്നെ. ആർത്തും മുറിച്ച് പറഞ്ഞിട്ട് മഹേഷ് റൂമിൽ കയറി വാതിൽ വലിച്ചടച്ചു. അമ്മായി, എനിക്ക് ഏട്ടനെ വിവാഹം കഴിക്കണം. ഏട്ടനെ ഞാൻ നല്ലോണം നോക്കിക്കോളാം. അച്ഛ, അമ്മ, എനിക്ക് ഏട്ടനെ വേണം. മാമ ഒന്ന് പറയോ, എന്നെ കല്യാണം കഴിക്കാൻ? എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ്. ഒരു ഭ്രാന്തിയെ പോലെ ഓരോരുത്തരോടും ചാരു ഓടി നടന്ന് കെഞ്ചി. ചാരുമോളെ, അമ്മായി പറയുന്ന മോളൊന്ന് കേൾക്കോ? എന്താ എന്താ അമ്മായി, കുറെ കഴിഞ്ഞ് കല്യാണം മതിയെന്നാണോ? ആകാംക്ഷയുടെ ചാരുത മിനിയെ നോക്കി. അല്ല അല്ല മോളെ, അവന് മഹിക്ക് ഒരു കുട്ടിയെ ഇഷ്ടമാണ്. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. അച്ഛനല്ലേ പറഞ്ഞ് എന്നെ ഏട്ടനെ കൂടി കെട്ടിക്കാമെന്ന്? അമ്മയും പറഞ്ഞതല്ലേ, എനിക്ക് വേണം, ഏട്ടനെ തന്നെ മതി. മോളെ ചാരു, മോള് വാ, അമ്മ പറയട്ടെ. മോളിങ്ങനെ മനസ്സ് വേദനിപ്പിക്കല്ലേ, വാ ഇവിടെ വന്നിരിക്കെ. സംഗീത ചാരുതയെ പിടിച്ച് അടുത്തിരുത്തി കരഞ്ഞുകൊണ്ടിരുന്നു. അളിയ, നിങ്ങൾ തന്നെ മഹിയോട് പറഞ്ഞ് ഈ വിവാഹം നടത്തണം. ഇല്ലെങ്കിൽ എന്റെ മോള്, അവൾ ഒരുപാട് ആഗ്രഹിച്ചു പോയതാണ്. സത്യം മഹാദേവന്റെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു. അത് നടക്കില്ല അളിയ. അളിയ, എന്റെ ഒരേ ഒരു കുഞ്ഞാണ് ആ ഇരുന്ന് നിലവിളിക്കുന്നത്. അതും നിങ്ങളുടെ മകന് വേണ്ടി. ഒന്നുകൂടെ ആലോചിക്കും. ഇല്ല ഏട്ടാ, അവനൊരു കുട്ടിയെ ഇഷ്ടമാണ്. അത് ഇന്നോ ഇന്നലെ തുടങ്ങിയ ഇഷ്ടമല്ല. ഏകദേശം 4 വർഷം കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് ചാരുമോളെ പറഞ്ഞ് മനസ്സിലാക്കാം. നീ എന്താ മിനി ഈ പറയുന്നത്? നിന്റെ കൂടെ ചോരയല്ലേ ഈ കണ്ണീരൊഴുക്കുന്നത്? അതെ, എന്റെ കൂടെ ചോരയാണ്. അതുപോലെ ഞാൻ നൊന്തു പ്രസവിച്ച എന്റെ മകനാണ് ഇതൊക്കെ കേട്ട് ആ മുറിക്കകത്ത് ഉരുകിയിരിക്കുന്നത്. മിനി പറയവേ ചാരു ഓടി വന്ന് മിനിയുടെ അടുത്തിരുന്നു. അമ്മായി, ഏട്ടനോട് പറയും, ആ ഗൗരിയെക്കാട്ടിലും ഞാനല്ലേ നല്ലത്. എനിക്ക് ജോലിയുണ്ട്, എന്റെ അച്ഛന്റെ കൈ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ട്. ഒക്കെ എനിക്കല്ലേ, ഒന്ന് പറയമ്മായി. അപ്പൊ മോൾക്ക് അറിയായിരുന്നു അല്ലേ ഗൗരി അമ്മായിക്ക് ഇഷ്ടമാണെന്ന്? എന്നിട്ടാണോ നിങ്ങൾ ഇതൊക്കെ ആഗ്രഹിച്ചു കൂട്ടിയത്? മോളെ, എന്തൊക്കെ ഉണ്ടെങ്കിലും എന്റെ മകൻ സ്നേഹിച്ചതും ഇഷ്ടപ്പെട്ടതും ഗൗരിയല്ലേ. അവന്റെ സന്തോഷം അവളിലല്ലേ.
മിനി, നീ ഇതെന്താ പറയുന്നറിയോ? മഹിയെ കൊണ്ട് ആ അനാഥ പെണ്ണിനെ, അതും ഏതോ ഒരുത്തി പിഴച്ചു പറ്റ ദരിദ്രാവസ്ഥയാണോ നീ അവന് വേണ്ടി കാത്തുവെച്ചത്? ഒന്നുമില്ലെങ്കിലും എന്റെ മകളല്ലേ ചാരു, നീ അതുപോലും ഓർക്കുന്നില്ലല്ലോ. അമ്മ ഓർത്തിട്ട് കാര്യമല്ല മാമ, ഞാനല്ലേ ആരെ വിവാഹം കഴിക്കണമെന്ന് തീരുമാനിക്കേണ്ടത്. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുവളെ എന്റേതായി കൂടെ കൂട്ടുമെങ്കിൽ അതെന്റെ ഗൗരി ആയിരിക്കും. അതിനെ അവളെ പിഴച്ചു പറ്റതാണെങ്കിൽ അവൾക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഉമ്മറത്തേക്ക് ഇറങ്ങി വന്ന് പറഞ്ഞിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയ മഹി അപ്പുറത്തെ വീട്ടിലേക്ക് നടന്നു പോകുന്ന ടീച്ചറെയാണ് കണ്ടത്. ഇപ്പൊ ഇവിടെ പറഞ്ഞതൊക്കെ കേട്ടിട്ടുണ്ടാവുമെന്ന് ഉറപ്പാണ്. മോളെ വീട് കുഞ്ഞെ, അയ്യോ കൈ മുറിഞ്ഞല്ലോ മോളെ, ഇത് നോക്ക് മോളെ, ബ്ലഡ് പോകുന്നു. നിലവിളി കേട്ട് മഹേഷ് തിരികെ വീടിനുള്ളിലേക്ക് ഓടി വന്നു. കത്തികൊണ്ട് കൈ മുറിച്ച് ആരെയും അടുക്കാൻ സമ്മതിക്കാതെ ഒരു ഭ്രാന്തിയെ പോലെ നിൽക്കുന്ന ചാരുതയെ കണ്ട് മഹി തറഞ്ഞു നിന്നു.